കഴിഞ്ഞ ഒരു മാസമായി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ കെ സുരേന്ദ്രേട്ടന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു ഞാൻ. സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കാസർഗോഡ് പോകുന്നത്. അതുവഴി ഒരുപാട് പ്രാവശ്യം കടന്നുപോയിട്ടുണ്ടെങ്കിലും അവിടെ താമസിക്കുന്നത് ആദ്യമായിട്ടാണ്. കാസർഗോഡ് ടൗൺ വളരെ തിരക്ക് പിടിച്ച ഒരു ചെറിയ നഗരമാണ് എങ്കിലും മഞ്ചേശ്വരം നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഒരു 50 വർഷം പിന്നിൽ നടക്കുന്ന ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളുണ്ട് എങ്കിലും ഗ്രാമത്തിലെ റോഡുകളൊക്കെ പരിതാപകരമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ താമസിച്ചത് ഉപ്പളയിലെ കൊണ്ടാവൂർ ജഗദ്ഗുരു നിത്യാനന്ദ ആശ്രമത്തിലാണ്. വളരെ മനോഹരമായ 100ഓളം പശുക്കളും സർപ്പക്കാവുകളും വലിയ സ്കൂളുമൊക്കെയുള്ള ഒരു ശാന്തമായ ആശ്രമം. രാവിലെ പശുക്കളെ കണി കണ്ടുണരാം, തിരക്കിനിടയിലും കുറച്ചു സമയം അവയോടൊപ്പം നിൽക്കാം, വളരെ ലളിതമായ നല്ല ഭക്ഷണം കഴിക്കാം, നല്ല മോരും വെള്ളം കുടിക്കാം, പൂജ്യ സ്വാമിജിയുമായി സംസാരിച്ചിരിക്കാം. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളായിരുന്നു എന്നും. മഞ്ചേശ്വരത്തെ എല്ലാ പഞ്ചായത്തിലും ഞാൻ യാത്ര ചെയ്തു, ഒരുപാട് വീടുകൾ സന്ദർശിച്ചു, ഒരുപാട് തെയ്യങ്ങൾ കണ്ടു, ഒരുപാട് ക്ഷേത്രങ്ങളിലെ അന്നദാനത്തിൽ പങ്കെടുത്തു, കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു, കുടുംബയോഗങ്ങളിൽ സംസാരിച്ചു, ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്തു. അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഞാൻ മഞ്ചേശ്വരത്തെ ആസ്വദിക്കുകയായിരുന്നു. ഇവിടുത്തെ മാതൃഭാഷ തുളുവാണ്. കേട്ടാൽ മനസ്സിലാകും എങ്കിലും 99% ആൾക്കാർക്കും മലയാളം അറിയില്ല. മലയാളം കേട്ടാലും മനസ്സിലാകാത്തവരും നിരവധി. തുളു, കൊങ്കിണി, കന്നഡ, മലയാളം, ബിയാരി, മറാഠി, ഉറുദു എന്നിങ്ങനെ 7 ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് ഇവിടെ. അവ്യക്ക ബ്രാഹ്മണർ സംസാരിക്കുന്നത് അവ്യക്ക ഭാഷയാണ്. പൊതുവെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സംസാരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കൊങ്കിണിയാണ്. മുസ്ലിങ്ങൾ സംസാരിക്കുന്നതും വ്യത്യസ്തമായ ഭാഷയാണ്. അങ്ങനെ ഒരുപാട് ഭാഷകളുടെ സംഗമ ഭൂമിയാണ് മഞ്ചേശ്വരം. പൊതുവെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നത്. മലയാളം അറിയാത്ത ഞങ്ങൾ നാട്ടിലെ സർക്കാർ ഓഫീസിൽ പോയാൽ അവിടെയുണ്ടാവുക മലയാളം മാത്രം അറിയുന്ന ഉദ്യോഗസ്ഥരാണ്. പലപ്പോഴും ഞങ്ങളുടെ മലയാളം കേട്ട് അവർ ഞങ്ങളെ പരിഹസിക്കാറുണ്ട്. അതുകൊണ്ട് സർക്കാർ ഓഫീസിൽ പോകാൻ പോലും ഭയമാണ് എന്നാണ് ഒരമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും അവർ മംഗലാപുരത്തെയാണ് പൊതുവെ ആശ്രയിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്താൻ ഒരുപാട് സമയം വേണം. എന്തിന്, ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലെത്താൻ പോലും ഒരുപാട് നടക്കണം. നല്ല ആശുപത്രിയില്ല, റോഡ് പോലുമില്ലാത്ത ഉൾഗ്രാമങ്ങളിൽ നിന്നും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥയുണ്ടായാൽ ചുരുങ്ങിയത് 2-3 മണിക്കൂറെങ്കിലും എടുക്കും കാസർകോട്ടെ ഒരു സാധാരണ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ. അവിടുന്ന് പിന്നെ മംഗലാപുരത്തേക്കും കൊണ്ടുപോകേണ്ടി വരും. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വീട് വരെ വാഹനം എത്താനുള്ള റോഡുകൾ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളാണ് മഞ്ചേശ്വരത്തുകാർക്ക്. ഇവരെ കർണാടകയിൽ നിന്നും വെട്ടി മാറ്റിയിട്ട് ഏകദേശം 70 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും അതേപോലെ തന്നെ കിടക്കുന്നു ഈ നാട്. ബൺസ് സമുദായത്തിൽപ്പെട്ട ഷെട്ടി, റായി വിഭാഗങ്ങളാണ് കൂടുതൽ എങ്കിലും ഒരുപാട് ജാതിയിൽപ്പെട്ടവർ ഉണ്ട് ഇവിടെ. ഏത് ജാതിയിൽപ്പെട്ടവരായാലും തുളസിത്തറയില്ലാത്ത ഒറ്റ വീട് പോലും മഞ്ചേശ്വരത്തില്ല. സന്ധ്യയ്ക്ക് ഒരു വീട്ടിൽ പോയപ്പോ അമ്മ 6-7 വയസ്സ് മാത്രമുള്ള മകനെ വിളക്കിന് മുന്നിലിരുത്തി ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുന്നത് കണ്ടു. വീട്ടിൽ വരുന്നവരെ ശർക്കരയും വെള്ളവും നൽകിയാണ് പൊതുവെ സ്വീകരിക്കുക. ഒട്ടുമിക്ക വീടുകളിലും പശുവിനെ, അതും നാടൻ പശുവിനെ വളർത്തുന്നു. ഒട്ടുമിക്ക വീടുകളിലും ഒന്നിലധികം നാടൻ പട്ടികളുണ്ട്. ഒട്ടുമിക്ക വീടുകളിലും പൂവൻ കോഴികളെ കെട്ടിയിട്ടത് കാണാം. എന്തിനാണെന്നല്ലേ, ഇവയെ കോഴിപ്പോരിന് വേണ്ടി വളർത്തുന്നതാണ്. ഇവിടുത്തെ ഗ്രാമീണ ഉത്സവങ്ങളിലൊക്കെ കോഴിപ്പോര് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോഴും വലിയ പൈസ ബെറ്റ് വെച്ചിട്ടൊക്കെയാണ് കോഴിപ്പോര് നടക്കുക. കുറെ വീടുകളിൽ അമ്മമാർ ബീഡി തിരക്കുന്നത് കണ്ടു. അതും അവരുടെ ഒരു ചെറിയ വരുമാന മാർഗമാണ്. പൊതുവെ കൃഷിയാണ് എല്ലാവരുടെയും തൊഴിൽ. ഒരുപാട് ജന്മിമാർ ഉണ്ട് ഇവിടെ, ഏക്കർ കണക്കിന് തോട്ടങ്ങളുള്ള ജന്മിമാർ. അടക്കയാണ് പ്രധാന കൃഷി. അതുകൊണ്ടാണോ എന്നറിയില്ല, മഞ്ചേശ്വരത്തെ ഒരുപാട് സ്ഥലങ്ങളുടെ പേരിൽ അടക്ക എന്ന് കാണാം. അടുക്ക, ബദിയടുക്ക, അടുക്ക സ്ഥല പോലെ നിരവധി സ്ഥലങ്ങളുടെ പേരുകളിൽ അടുക്ക എന്ന് കാണാം. അടുക്ക എന്ന് പറഞ്ഞാൽ അഗ്രഹാരം എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചു വീടുകളുള്ള ഒരു പ്രദേശം എന്നായിരിക്കാം പണ്ടുകാലത്തെ അർത്ഥം.
സ്വർഗം, മർത്യ, നൽക, പാതാള, ദേവലോക, നാഗവന, ക്ഷേത്ര എന്നൊക്കെയുള്ള ചെറിയ ഗ്രാമങ്ങളും മഞ്ചേശ്വരത്തുണ്ട്. 200ഓളം SC/ST കോളനികളുണ്ട് മഞ്ചേശ്വരത്ത്. ഒട്ടുമിക്ക പ്രദേശങ്ങളുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. ഇത്രയും കാലമായി ഒരുപാട് പൈസയും പദ്ധതികളും സംവരണങ്ങളും നൽകിയിട്ടും അവരിപ്പോഴും മൃഗതുല്യരായാണ് ജീവിക്കുന്നത്. ആരോടും ഒരു പരിഭവവും പറയാതെ. കുടിക്കാനുള്ള വെള്ളം ദൂരത്തു നിന്നും കൊണ്ടുവരണം. കുറെ വീടുകൾക്ക് ഒരു ശൗചാലയം തുടങ്ങി ദാരിദ്ര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പേർ ജീവിക്കുന്നവരാണവർ. കുറെ പേർക്ക് ഇപ്പോൾ ആവാസ് യോജന വഴി വീടുകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാലും ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്പോഴും അവരിലൊക്കെയുണ്ട്. അവരെയൊക്കെ പറ്റിച്ച് ആരൊക്കെയോ സുഖമായി ജീവിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ സർക്കാരുകൾ ആയിരക്കണക്കിന് കോടികളാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നിട്ടും അവർക്ക് സ്വന്തമായി ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. താർപ്പായ കൊണ്ടുണ്ടാക്കിയ വീടിന്റെ മുന്നിലും കാണാം തുളസിത്തറ, വീടിനുള്ളിലും കാണാം ദൈവസ്ഥാനങ്ങൾ. ജോലിയൊക്കെ കഴിഞ്ഞുവന്ന് കുളിച്ച് കുങ്കുമക്കുറിയും ഭസ്മവും ഒക്കെ തൊട്ട് മുറുക്കിച്ചു ഒപ്പിച്ചിരിക്കുന്ന യുവാക്കളെ കാണുമ്പോൾ പണ്ട് മറാത്ത സാമ്രാജ്യത്തോടൊപ്പം മുഗളർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും യുദ്ധം ചെയ്ത അവരുടെ പൂർവികരെയാണ് ഓർമ്മ വന്നത്. അവിടെ നിന്നും ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളിൽ നിന്നും രക്ഷപ്പെടാൻ അന്ന് കേരളത്തിലെയും കർണാടകയിലെയും വനങ്ങളിലേക്ക് കുടിയേറി പാർത്തവരാണ് ഇവിടുത്തെ വലിയ വിഭാഗം വരുന്ന മറാത്ത നായക്. അവരും ഇന്ന് ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ടത്രേ. അവർ തന്നെ പറയുന്നു, അവരിൽ കുറെ പേർക്ക് സ്വന്തമായി വീടായി, പശുവിനെ വാങ്ങാനും മറ്റുമായി ബാങ്കുകൾ നേരിട്ട് ലോണുകൾ നൽകുന്നു, സ്വന്തമായി ബാങ്ക് അക്കൗണ്ടായി, സർക്കാർ സഹായങ്ങൾ നേരിട്ട് ബാങ്കിലേക്ക് വരാൻ തുടങ്ങി. തട്ടിപ്പ് നടത്തുന്ന ഇടനിലക്കാരുടെ ആവശ്യം ഇന്ന് വളരെ കുറഞ്ഞു. അങ്ങനെ മാറ്റങ്ങളുണ്ട്. എന്നാലും ഇനിയും ഒരുപാട് മാറാനുണ്ട് മഞ്ചേശ്വരം. മഞ്ചേശ്വരം എന്നത് മഞ്ജുളാലയം എന്നതാണ്. മഞ്ജുളാദേവി ക്ഷേത്രം നിലനിൽക്കുന്നിടം. ഒരുപക്ഷെ ഭാരതത്തിലെ സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിരിക്കാം ഈ ക്ഷേത്രം. ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഈ ക്ഷേത്രത്തിന് 2000 വർഷത്തിലേറെ പഴക്കമുണ്ട്. മുഹമ്മദ് അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടാക്കിയ തകർച്ചയിൽ നിന്നും കരകയറി പ്രതാപത്തോടെ നിൽക്കുന്നു ഈ വലിയ ക്ഷേത്രം. ഇപ്പോൾ ഒരു ഭാഗത്ത് ദാരിദ്ര്യവും മറുഭാഗത്ത് സമ്പന്നതയും കാണുമ്പോൾ നമ്മുടെ പൂർവികർ പറഞ്ഞു പഠിപ്പിച്ചതിൽ നിന്നും ഒരുപാട് മാറിയാണ് സമൂഹം സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. ഈ അവസരം മുതലെടുത്ത് മറ്റു പലരും ഇവിടെ വളർന്നു വരുന്നത് പകൽ വെളിച്ചത്ത് തന്നെ നമുക്ക് മഞ്ചേശ്വരത്ത് കാണാം. ഒരുപാട് പഴയ വീടുകൾ അടഞ്ഞു കിടക്കുന്നത് കാണാം കാസർഗോഡ് ഭാഗങ്ങളിൽ. നാട്ടിലെ കഷ്ടതകളിൽ നിന്നും മാറി നല്ല വിദ്യാഭ്യാസവും ജോലിയും തേടിപ്പോയവരാണ് ഒട്ടുമിക്ക പേരും. കാലക്രമേണ മറ്റുള്ളവർ ചെയ്തതുപോലെ ഇവരും സ്വന്തം വീടും സ്ഥലവും വീട്ടിലെ ദൈവത്തിനെയും ഒക്കെ വിറ്റ് അന്യനാടുകളിൽ ചേക്കേറും. അങ്ങനെ ഇവിടെയുള്ളവർ എല്ലാം വിട്ടു പോകണമെങ്കിൽ ഇവിടെ ദാരിദ്ര്യമുണ്ടാകണം. ഇവിടെ ആശുപത്രികൾ വരരുത്, ഇവിടെ വിദ്യാഭ്യാസ തൊഴിൽ സ്ഥാപനങ്ങൾ വരരുത്. എന്നാലേ ഇവിടുത്തെ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. മഞ്ചേശ്വരവും അതിന്റെ പ്രൗഢിയുള്ള പാരമ്പര്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ഒന്നും തിരിച്ചറിയാതെ നിഷ്കളങ്കരായി തന്റെ നാടും സംസ്കാരവും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനാകാതെ ഇതൊക്കെ മനസ്സിലാക്കിയവർ നിസ്സഹായരായും ഇവിടെ ജീവിച്ചു പോകുന്നു. ഒരു പരിഭവവും പഞ്ചാവർണ മണ്ണದ ತಿರ್ಲು ಸ್ವಾಮಿ ಕೊರಗಜ್ಜ ಅಜ್ಜ ಸ್ವಾಮಿ ತನಿಯಜ್ಜ. ಪಂಚಾವರ್ಣ ಮಣ್ಣದ ತಿರ್ಲು ಸ್ವಾಮಿ ಕೊರಗಜ್ಜ ಅಜ್ಜ ಸ್ವಾಮಿ ತನಿಯಜ್ಜ. ಮಾಯೋದ ಮಾಯಕಾರೆ ಸ್ವಾಮಿ ಕೊರಗಜ್ಜ ಅಜ್ಜ ಸ್ವಾಮಿ ತನಿಯಜ್ಜ.